മുകേഷിനെതിരെ കുറ്റപത്രം കൊടുത്തു. നടനും MLA-യുമായി നമ്മളൊക്കെ അറിയുന്ന മുകേഷിനെതിരെയാണ് SIT കുറ്റപത്രം കൊടുത്തത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ആലുവയിലുള്ള ആ നടിക്കെതിരായി പല മോഹങ്ങളും അല്ലെങ്കിൽ നടിക്ക് വേണ്ടി പല മോഹങ്ങളും കൊടുത്ത് അവരെ അമ്മയുടെ അംഗമാക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നടന്ന് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ വാഗ്ദാനം ഒന്നും നടത്തിയില്ല. അവർ പീഡനത്തിന് വിധേയമായി. 2014 സംഭവമാണ്. എങ്കിലും ഹേമ കമ്മിറ്റി മുമ്പാകെ ആ ആലുവക്കാരി നടി എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞു. അതിനുശേഷം അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്ത് നടത്തി. അത് കൃത്യമായി ആ ടീം അംഗങ്ങൾ ആ കേസിൻ്റെ അന്വേഷണം നടത്തിയെന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. സാക്ഷി നോട്ടുകൾ എടുത്തു. ഡിജിറ്റൽ തെളിവുകൾ നടനെതിരായിട്ടുണ്ട്. അതുപോലെ മെസ്സേജുകൾ ധാരാളം ഉണ്ട്. അതുപോലെ കോൾ ഡീറ്റെയിൽസുകൾ ധാരാളമുണ്ട്. താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടും മുമ്പും പിമ്പും കോൾ ഡീറ്റെയിൽസ് ഉണ്ട്. ലൈംഗികമായി പീഡിപ്പിച്ചതിന് 376 എന്ന വകുപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നടനും MLA-യുമായ മുകേഷിന് ജാമ്യം ലഭിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ എറണാകുളം ജില്ലാ കോടതി മുകേഷിന് ജാമ്യം കൊടുത്തു. അത് വലിയ വിവാദമായി. പലർക്കും അങ്ങനെ ജാമ്യം കിട്ടിയപ്പം ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട നടിമാർക്ക് തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് കരുതി ഹേമ കമ്മീഷനിൽ ഏകദേശം 27 പേരുടെ മൊഴി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 30 പേര് ആണ് ഹേമ കമ്മിറ്റി വിവരം പറഞ്ഞത്. ആ വിവരങ്ങളെല്ലാം SITക്ക് ഏൽപ്പിച്ചെങ്കിലും 3 പേര് പല കാരണങ്ങൾ കൊണ്ട് പിന്മാറി. ചിലർ സുപ്രീം കോടതിയിൽ പോയിട്ട് താൻ കേസെടുക്കാൻ പറഞ്ഞില്ല, തനിക്കുണ്ടായ വിഷമതകൾ ഹേമ കമ്മിറ്റി പറഞ്ഞെന്നേ ഉള്ളൂ, നടന്മാരുടെ പേരിൽ തന്നെ പീഡിപ്പിച്ചവരുടെ പേരിൽ കേസെടുക്കാൻ താൻ ആവശ്യപ്പെട്ടില്ല എന്ന് വരെ പറഞ്ഞു. അത് അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് പിന്മാറാം, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്മാറാം എന്ന് സുപ്രീം കോടതിയും പറയുകയും ചെയ്തു. ഏതായാലും 3 പേരുടെ കേസ് അങ്ങനെ പിന്മാറി. ഇപ്പം 27 കേസുകളുണ്ട്. അതിൽ 2 കേസുകൾ ഇപ്പം ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ്. നടനായ മുകേഷിനെതിരായിട്ട് എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂരും അവിടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് പീഡിപ്പിച്ചു. ആ മോഹന വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. അവർക്ക് ലഭിക്കേണ്ടത് അമ്മയിലെ ഒരു അംഗത്വമായിരുന്നു. മുകേഷ് അമ്മയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഒരാളാണ്. അതുകൊണ്ട് ലഭിക്കുമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ മോഹന വാഗ്ദാനം നൽകി അവരെ പലപ്പോഴായി പീഡിപ്പിച്ചു. ഏതായാലും പീഡിപ്പിച്ചത് എറണാകുളത്ത് വെച്ച് പീഡിപ്പിച്ചതും തൃശ്ശൂർ വെച്ച് പീഡിപ്പിച്ചതും 2 കേസുകൾ 376 ചേർത്ത് SIT ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. മുകേഷിനെ തീർച്ചയായിട്ടും ആ കേസിന്റെ വാദി കൃത്യമായി കോടതിയിൽ തന്നെ പീഡിപ്പിച്ച വിവരങ്ങൾ പറയും. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇടയ്ക്ക് അവർക്ക് ചില വൈതരണികൾ വന്നു, അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു, അവർക്ക് ഇത് ഭീഷണിയുടെ സ്വരങ്ങൾ പലതും ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതിൽ നിന്ന് പിന്മാറാൻ ഒരു മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി. പിന്നെ അവരതിൽ നിന്ന് മാറി. അവർക്ക് നല്ല ധൈര്യം വന്നു. പൂർവാധികം ശക്തിയോടെ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് അവർ തീർത്തു പറഞ്ഞു. SITക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമായി. അവർ കൃത്യമായി ഇതിൻ്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് കുറച്ച് ടഫാണ്. ഇവരുടെ 164 സ്റ്റേറ്റ്മെൻറ്റും കൂടി എടുത്തിട്ടുണ്ട്. 164 പ്രകാരം കോടതിയിൽ നേരിട്ട് മൊഴി അന്വേഷണ സമയത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു ചാഞ്ചാട്ടമല്ല, അവർ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും മുകേഷിന് ദൂഷ്യമുണ്ടാവും. 376 വന്നിരിക്കുന്നത് കൊണ്ട് ആ പീഡനത്തിന് ആ കേസ് ആ സെക്ഷൻ നിലനിൽക്കുന്നെങ്കിൽ ലൈഫ് ഇംപ്രസ്മെന്റിലേക്ക് പോകും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മുകേഷിന്റെ പ്രതാപത്തിന് മങ്ങലേക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കോടതിയിൽ അവർ മൊഴി മാറ്റി പറയില്ല, അവർ മൊഴി ഉറപ്പിച്ച് തന്നെ പറയും. അവർ ചില ആൾക്കാരുമായിട്ട് ഇത് പങ്കുവച്ചിട്ടുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരും കോടതി വന്ന് മൊഴി പറയും. അത് തന്നെയല്ല, മുകേഷിന് ഇത് നിഷേധിക്കാൻ കഴിയില്ല. അവരുമായിട്ടുള്ള ചാറ്റിങ്ങും മെസ്സേജ് അയപ്പും അങ്ങനെയുള്ള ഡിജിറ്റലായിട്ടുള്ള എവിഡൻസുകളും
കോടതിയിൽ ഡസൻ കണക്കിന് ഹാജരാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം വലിയ ദൂഷ്യമായിട്ട് വരും. അതുകൊണ്ട് മുകേഷിന് ഇനിയുള്ള കാലം സൂക്ഷിക്കണം. കാരണം കോടതിയിലെ ട്രയൽ എത്രയും പെട്ടെന്ന് തുടങ്ങും. ആ ട്രയൽ വളരെ മോശമായി അല്ലെങ്കിൽ വിനാശകരമായി എത്തും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. മണിയമ്പിള്ള രാജുവിന് എതിരായിട്ടുള്ള കേസ് ഇതോടൊപ്പം SIT അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതും ശക്തമായ തെളിവുകളുള്ളതാണ്. അതിലേക്കും ട്രയൽ ഉടനെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. അതിനകത്ത് 376 ആ കേസിനകത്തും വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം മണിയമ്പിള്ള രാജു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു, മുകേഷിന് മുൻകൂർ ജാമ്യം ജയിച്ചു. ഈ കേസിനകത്ത് ഉൾപ്പെട്ട എല്ലാവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. ജാമ്യം അവരുടെ അവകാശമായിട്ട് കണക്കാക്കിയാലും കേസിന്റെ ട്രയൽ സമയത്ത് സാക്ഷികൾ പറയുന്നതും വാദി പറയുന്നതുമൊക്കെ കോടതിക്ക് അതിനൊരു തീരുമാനം എത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രണ്ടുപേർക്ക് ഇനിയുള്ള ദിവസങ്ങൾ അല്പം ബുദ്ധിമുട്ടായ ദിവസങ്ങളാണ്. അവരുടെ സഞ്ചാരം അല്പസ്വല്പം ബുദ്ധിമുട്ടിലേക്ക് പോകും. കോടതി കൃത്യമായി കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ടുപേരെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.